അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ, സൂപ്പർ ആയിട്ട് നിസാമേ മാംഗോ മിൽക്ക് ഷേക്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. സൂപ്പർ ആയിട്ടോ. യെസ്. അപ്പോൾ നല്ല കിടിലനായിട്ട് വന്ന നിസാം പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? യെസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അൽഫോൺസോ മാംഗോ ഐസ്ക്രീംസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലൈഡ് മാംഗോസ്. യെസ്. ദെൻ നമ്മൾ എന്താ പറയുക, റോക്ക് മിൽക്ക്, ദെൻ മാംഗോ ക്രഷും യൂസ് ചെയ്തിട്ടുള്ള ഒരു തിക്കറാണ്. ഓക്കെ. ദെൻ നമ്മൾ സ്വാഭാവികമായിട്ട് ഫലൂഡ, സേമിയാസ്, സബ്ജ സീഡ്, കാഷ്യൂ നട്ട്സ്, ദെൻ കിസ്മിസ്. പിന്നെ നമ്മൾ ടോപ്പിങ്സ് ഐറ്റംസ് ആണ്. ടോപ്പിങ്സിൽ നമുക്ക് ഗാർണിഷിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ പിസ്ത, മാംഗോക്ക് ഏറ്റവും സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു എസൻസ് ആണ് പിസ്ത. അതുകൊണ്ടാണ് പിസ്ത യൂസ് ചെയ്യുന്നത്. പിന്നെ ഹണി, ഫ്രഷ് ക്രീം, ദാറ്റ്സ് ഓൾ. ഓക്കെ. ഒരു 320 ml. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത്. ഇതിലൊരു ഹണി ഡോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചോക്കോ സിറപ്പ് യൂസ് ചെയ്യുന്നു ഫസ്റ്റ്. ഗാർണിഷിങ് സ്റ്റാർട്ടിങ്. ഓക്കെ. ദെൻ ഹണി. അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഹണി അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നു ഫ്രഷ് ക്രീം. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് ക്രീം, ഫ്രഷ് ക്രീമും കൂടി ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കാഷ്യൂ നട്ട്സ്. ഓക്കെ. ഏറ്റവും ഡൗണിലാണ് നമ്മളെന്ത് യെസ്, ഫസ്റ്റ് ലെയർ മീൻ അത് കുറച്ച് റോക്ക് ടൈപ്പ് ഇട്ട് കൊടുത്താൽ സാധനങ്ങൾ എപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം വരെ കഴിക്കുമ്പോൾ കറക്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ കാഷ്യൂ നട്ട്. ഓക്കെ, ഫസ്റ്റ് ലെയർ. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിയ സീഡ്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജ സീഡാണ്. ഒരു 2 ലെയർ ആയിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാംഗോ സ്ലൈസ് ആണ്. ഓക്കെ. മാംഗോ, ഫ്രഷ് ആയിട്ടുള്ള മാംഗോ സ്ലൈസ് ചെയ്തെടുക്കുക ഒരേ വലിപ്പത്തിൽ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 20-25% ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേമിയാണ്. ഓക്കെ. ചെറിയ സേമിയ. യെസ്. ക്യാൻഡി സേമിയ എന്നും പറയും. ഓക്കെ. അത് മീൻ ഒരു ഡബിൾ ലെയറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ ലെയറിൽ വേണമെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് സേമിയ ആഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീമാണ്. ഓക്കെ. ഇപ്പോൾ ഡിലീഷ്യസ് ആയിട്ടുള്ള മാംഗോ അൽഫോൺസ ഐസ്ക്രീമാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചേട്ടായി ആഡ് ചെയ്യാലോ? ഓക്കെ. അപ്പോൾ ഒറ്റ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഓക്കെ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിൻ്റെ മാംഗോ ക്രഷ് വിത്ത് മിൽക്ക്, റോക്ക് മിൽക്കും കൂടിയിട്ട് ഷെയ്ക്ക് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം അപ്പോഴാണ് മാംഗോ ഷെയ്ക്ക് കറക്റ്റായിട്ട്. ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീംസിലൊക്കെയാണ് യൂസ് ചെയ്യുക നോർമലി, ബട്ട് നമ്മളിൽ ഒരു ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. യെസ്. ഓക്കെ. പക്ഷേ ഇല്ല. ഓക്കെ. യെസ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടി നേരത്തെ റെഡി. ഓക്കെ. ദെൻ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് തന്നെ മിഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് 1-2 ഡോട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സീഡ്സാണ്. ഓക്കെ. അതേപോലെ ചിയ സീഡ്സ് ഫസ്റ്റ്
ടോപ്പ് ലെയറിൽ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും സൈഡിലേക്കായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, മിഡിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോഴാണ് ഗ്ലാസ്സിന് നമ്മൾ എപ്പോഴും നമുക്ക് ഭംഗി കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ലെയർ എല്ലാ സൈഡും വേണമെന്നില്ല, ഒറ്റ സൈഡ് മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചിയാ സീഡ്, സബ്ജ സീഡ്, ചിയാ സീഡ്സും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീണ്ടും കുറച്ച് സേമിയ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു ചെറിയ ഡിപ്പ് മാത്രം. ഓക്കെ, അതും ഓൺ സൈഡാണ് വേണ്ടത്, രണ്ട് സൈഡ് മിക്സ് ആകാൻ പാടില്ല, ജസ്റ്റ് ഒരു സൈഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഫൈനലായിട്ടുള്ള ലെയറിന് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീമാണ് ഇത്. യെസ്, ഏറ്റവും കുറച്ചൊന്നും മെൽറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഇത് കുറച്ചൊന്നും പുറത്ത് വെച്ചുകൊണ്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. സൂപ്പറാണ്, അല്ലെങ്കിൽ സൂപ്പർ തന്നെ. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒരു 2 സിൻ. യെസ്, ദെൻ ചോപ്പ് ചെയ്തത് മാംഗോ. ഓക്കെ, ദെൻ ഒരു ഡോട്ട് സേമിയ, ദെൻ ചിയാ സീഡ്. ഓക്കെ, ദെൻ നമ്മൾ ഏറ്റവും ടോപ്പിൽ ടോപ്പിങ്സ് ഗാർണിഷ് മീൻ മാംഗോ ഷെയ്ക്ക് ഇതുപോലുള്ള പ്രീമിയം ഷെയ്ക്സിന് ടോപ്പിങ്സ് ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ. അതിൻ്റെ ടേസ്റ്റ് ടോട്ടലി സ്റ്റാർട്ടിങ് നമ്മളിന്ന് പോവും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ഗ്ലാസ്സിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഓക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. യെസ്, ഓപ്ഷണലാണ്. ഏറ്റവും ഫൈനൽ നമ്മൾ ഈ മാംഗോൻ്റെ ഇത് വെച്ചാൽ മാംഗോ നോർമൽ ക്രഷ് അല്ല, മീൻ ഡിലൈറ്റാണ്, ഡിലൈറ്റ് സാധനമാണ്. നല്ല സ്മെല്ലല്ലേ ഇവിടെ തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ഡിപ്പ് അതും കൂടി കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ദെൻ ഫൈനൽ മൂമെൻ്റാണ് ഫ്രഷ് ക്രീം ഒന്നും കൂടി ജസ്റ്റ്. ഇപ്പോൾ ഓൾറെഡി ഗ്ലാസ് ലെയർ ഫുള്ളായിട്ടിട്ട്, ബട്ട് നമ്മുടെ പ്രൊസീജിയേഴ്സ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും ഓരോ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ദെൻ ഏറ്റവും ഫൈനലായിട്ട് ഫ്രഷ് ക്രീം. ഓക്കെ, ഒരു ഡിപ്പും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ദാറ്റ്സ് ഓൾ. യെസ്, ഗാർണിഷോട് കൂടി 10 ലെയർ വരുന്നുണ്ട് അല്ലേ? യെസ്, 10 ലെയർ വരുന്നുണ്ട്. വീട്ടിലായിട്ട് ഇത് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നിസാം കാസർഗോഡുകാരനാണ് കേട്ടോ. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയിരുന്നു. നിസാം കാസർഗോഡുകാരനാണ്. അപ്പം ഇതിൽ ഫുൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ് നിസാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇവിടെ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൊക്കേഷൻ വന്നിട്ട് അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വെറൈറ്റി ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ട് മറക്കണ്ട, നമ്മുടെ ഹോട്ടലിൻ്റെ പേര് സാഫ്രോഡ് റിസോർട്ട്, നേരെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അഡ്ലക്സ് നേരെ ഓപ്പോസിറ്റ്, അങ്കമാലി കറുകുറ്റി. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കിഡിലും റെസിപ്പി. ഞാൻ നിസാം signing off. Thank you.